പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 21 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ
എനിക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ നമ്മൾ കണ്ടത് അറിവിൻ്റെ വരവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ജ്ഞാനമാണ്. ജ്ഞാനം, അതായത് യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. പുതിയ വാല് തോന്നിട്ടിങ്ങനെ കണ്ട യാക്കോബിന് പഠിത്ത് ജ്ഞാനം കുറവായിരുന്നേ. പുള്ളിക്കാരൻ അനുഭവത്തിലൂടെ പഠിച്ചതാണത്. പുള്ളിക്കാരനല്ലേ യോഹന്നാൻ്റെ കൂടെ മറ്റേ സമരക്കാരൻ്റെ കൂടെ പോയി അവർ വടിവാളെടുത്ത് ആകപ്പാട് കശാകുളമായി കർത്താവിൻ്റെ അടുത്ത് വന്ന് ആ ഭൂമി ആകാശത്ത് നഗ്നി ഇറങ്ങി അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കേണ്ടത് ചോദിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്ന് കർത്താവ് ചോദിക്കും. എന്ത് അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ വേറെ അരൂപിയായിരുന്നു. പിന്നെ അവിടുന്ന് കർത്താവ് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ പുള്ളിക്ക് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയണത്, എനിക്ക് ജ്ഞാനത്തിൽ കുറവായിരുന്നു, ഞാൻ കർത്താവിനോട് ചോദിച്ചാണ് അവസാനം മേടിച്ചത്. അതുകൊണ്ട് നിങ്ങളും ജ്ഞാനം കുറവുള്ള ആൾക്കാർ കർത്താവിനോട് ജ്ഞാനം വാങ്ങിക്കട്ടെ. ഈ ജ്ഞാനത്തിന് കറക്റ്റ് വചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ 103:7 സങ്കീർത്തനം 103:7. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്ക് പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാ വിഷയം. വഴികൾ മോശയ്ക്കും, അതായത് ജ്ഞാനം മോശയ്ക്കും പ്രവർത്തികൾ അറിവ് ഇസ്രായേൽ ജനത്തിനുമാണ്. ഇപ്പം കൽമഴയൊക്കെ പെയ്യുന്നുണ്ട്, പേൻ പെരുകുന്നുണ്ട്, തവള ചാടുന്നുണ്ട്, നഗരി രക്തമായി മാറുന്നുണ്ട്. എന്താണ് സംഭവിക്കണമെന്നുള്ള പ്രവർത്തികളെക്കുറിച്ച് ഇസ്രായേലിനറിയാം. പക്ഷേ മോശത്തിന് അങ്ങനെയല്ല അറിയാവുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യണത്? എന്തിനാണ്? ഈ ജനത്തെ വിട്ടുകിട്ടിയിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു ജ്ഞാനം ഉണ്ടാകും. അതാണ് ദൈവിക പദ്ധതി. അപ്പോൾ സംഭവങ്ങൾ ചിലപ്പോൾ എതിരായിട്ട് മാറിയാലും അതിനകത്തുള്ള ജ്ഞാനം നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിച്ചൊരു പ്രയോജനമില്ലേ എന്നും പറഞ്ഞ് വിശ്വാസം കളയരുത്. ഈ പ്രവൃത്തിയെ കാണുന്നവൻ വിശ്വാസം പോകും. പക്ഷെ ജ്ഞാനം നോക്കുന്നവൻ വിശ്വാസത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ വളരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.